ഡെയിലി ഓരോ വീഡിയോ വെച്ച് അപ്ലോഡ് ചെയ്തിരുന്ന ഞാൻ ഇപ്പം അങ്ങനെയല്ല. ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഒരാഴ്ച വേണം അതൊന്ന് എഡിറ്റ് ചെയ്യാനുണ്ട്, 2 ആഴ്ച വേണം ഇനി അത് പോസ്റ്റ് ചെയ്യാനായിട്ട്. അതൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇപ്പോൾ ഇതന്നെ ഒരാഴ്ച ആയിട്ടുണ്ട് കേട്ടോ വീഡിയോ ഒക്കെ എടുത്തിട്ട്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് ഉമ്മൽക്കോയിലാണ് കേട്ടോ. അവിടെ ഫേമസ് ആയിട്ടുള്ള ഒരു ബിരിയാണി കട ഉണ്ട് കണ്ണൂർ. അപ്പോൾ അവിടേക്ക് ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ രാവിലെ ഞായറാഴ്ച ഉറക്കൊക്കെ കളഞ്ഞിട്ട് പോയോണ്ടിരിക്കുന്നത്. ചേട്ടൻ്റെ ഫ്രണ്ടും വൈഫും ഉണ്ട് കേട്ടോ കൂടെ. അങ്ങനെ പിന്നെ നേരെ വെച്ച് പിടിച്ച് കടയിലെത്തി കഴിഞ്ഞപ്പോൾ അവിടെ അധികം തിരക്കൊന്നും ആയിട്ടില്ല. വന്ന് വേഗം ബിരിയാണിക്ക് ഓർഡർ ചെയ്തിരിക്കുന്നതാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ഇനി ഇവിടെ ഏത് കുട്ടനും മട്ടനൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ബിരിയാണി ചിക്കൻ അത് വിട്ടൊരു വേറെ കളിയില്ല. ഇവിടെ ദേ ഇവർ പറഞ്ഞേക്കുന്നത് ബീഫാണ്. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ച് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് കേട്ടോ ഐസ്ക്രീമിൻ്റെ കണ്ടത്. അപ്പോൾ പിന്നെ വേഗം അതിൻ്റെ അടുത്ത് ഓടി ചെന്ന് നോക്കിയപ്പോൾ എൻ്റെ പേരുള്ള ഐസ്ക്രീം കണ്ട് ചേട്ടൻ ഇവിടെ ഞെട്ടി നിൽക്കുകയാണ്. പിന്നെ ഒന്നും നോക്കിയില്ല കേട്ടോ. 2 സാന്ദ്ര ഐസ്ക്രീമൊക്കെ എടുത്തിട്ട് വണ്ടിയിലിരുന്ന് കഴിക്കാൻ കയറുമ്പോഴാണെങ്കിൽ പുറത്ത് നല്ല ചൂടുണ്ട് കേട്ടോ. അവിടുന്ന് പിന്നെ നേരെ ഇപ്പോൾ ഈ വന്നേക്കുന്നത് കൽബയിലുള്ള ഒരു കൺസർവേഷൻ സെൻറ്ററിലാണ്. അപ്പോൾ ഇവിടെ വന്ന് മൃഗങ്ങളെയൊക്കെ കാണാം കേട്ടോ. അപ്പോൾ നോക്കിയിട്ട് പിന്നെ ആരും കാണുന്നില്ല. അങ്ങനെ നോക്കിയപ്പോഴാണ് ദേ അവിടെ ഒരു മാൻ നിൽക്കുന്നുണ്ട്. ഒരാളെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്നെ മനസ്സിലായിട്ടോ ഇനി അകത്ത് വേറെ എന്തൊക്കെയോ മൃഗങ്ങളുണ്ട്. എന്നാൽ പിന്നെ അകത്ത് കയറി കാണാൻ വേണ്ടി ടിക്കറ്റ് എടുത്ത് ആ പൊരി വെയിലത്ത് ഞങ്ങൾ മൃഗങ്ങളെ കാണാൻ വേണ്ടി പോവുകയാണ്. എൻ്റെ ആയുധം കൊട അത് പിന്നെ കയ്യിലുള്ളതുകൊണ്ട് അധികം വെയിൽ കൊള്ളേണ്ടി വന്നില്ല. 4 ഭാഗവും നോക്കിയിട്ട് ആരും കാണുന്നില്ല കേട്ടോ. അങ്ങനെ നേരെ അകത്തേക്ക് കയറി നോക്കിയപ്പോൾ ഇവിടെ ദേ 2 പേര് കിടന്ന് ഉറങ്ങുന്നുണ്ട്. എന്നാൽ അറ്റ്ലീസ്റ്റ് ഞങ്ങൾ ഇത്രയും ദൂരം വന്നതല്ലേ, കണ്ട സ്ഥിതിക്ക് ഒന്ന് എഴുന്നേറ്റ് തിരിഞ്ഞു കിടന്നുറങ്ങി. അവർ മൈൻഡ് ചെയ്യാത്തതുകൊണ്ടാണ് ഇവർ ഈ വിഷമിച്ചിരിക്കുന്നത്. എന്നാൽ പിന്നെ വിഷമം മാറാനായിട്ട് കുറച്ച് മുൻപിലേക്ക് നടന്ന് വേറെ എന്തെങ്കിലും കാണാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ ഈ വഴി നടന്നത്. ഇവിടുത്തെ ഒരാളുടെ കുറേ ഫോട്ടോകളൊക്കെ വെച്ചേക്കണ കണ്ട്. ഫോട്ടോകൾ മാത്രമല്ല ഇവിടുത്തെ ആളും ഉണ്ട്. അങ്ങനെ അവിടെ നിന്ന് പുലിനെയും കണ്ടപ്പോൾ പുലിനെ കാണൽ മാത്രമല്ല കേട്ടോ, ഇവിടെ നിന്ന് അതേ ലൈവായിട്ട് സൗണ്ട് കൂടെ കേൾക്കാം. പിന്നെ ദേ ഇവിടെ കൂടിൻ്റെ അകത്ത് കിടക്കണ കുറച്ച് പാവം പല്ലി, പിന്നെ ചെറിയ മീനുകൾ, പിന്നെ കുറച്ച് പാവല്ലാത്ത പാമ്പ്. പിന്നെ ദേ അങ്ങനെ നടന്ന് വരുമ്പോഴാണ് കേട്ടോ ഇവിടെ ദേ വേറൊരാൾ കിടക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ദേ ഇവിടെ പൂച്ചസാർ ഇരിക്കണേ. പൂച്ചസാർ എന്തിനാണോ വന്നിരിക്കുന്നത്, വൈൽഡ് കാറ്റ് ആണെന്ന് പറഞ്ഞത്. അങ്ങനെ പൂച്ചസാറിനെയും കണ്ട് ഇവിടെ ദേ ഒരാൾ ഭയങ്കര തിരക്കിട്ട് ഓടിപ്പോണ്ട്. പിന്നെ ഒരു മൂങ്ങാനെയും കൂടെ കണ്ടു കേട്ടോ ലാസ്റ്റ്. എന്തിനാണെന്നറിയില്ല ഫുജേറ ഫുള്ളൊന്ന് കറങ്ങിയിട്ടുണ്ടായിരുന്നു. കറക്കത്തിൻ്റെ ഇടയിൽ ചായ കുടിക്കണ നേരെ ഇപ്പോൾ കറക്റ്റ് ഒന്ന് നിർത്തിയിട്ടുണ്ടായിരുന്നു. ഈ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഫ്രൂട്ട്സ് ഒക്കെ കിട്ടുന്ന ഒരു ഏരിയ വഴി വന്നു കേട്ടോ. ഈ ഒരു ഭാഗത്ത് കുറേ ഫ്രൂട്ട്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. പിന്നെ അവിടെ നമ്മൾ മാങ്ങയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ അതേ ഫുജേറ എത്തിയപ്പോൾ ഒരു വാട്ടർഫോളും കൂടി, ഒരു ആർട്ടിഫിഷ്യൽ വാട്ടർഫോളാണ്. അതും കൂടെ കണ്ടു കഴിഞ്ഞിട്ട് നേരെ ദുബായിക്ക് പോന്നു.